മുല്ലപ്പൂമ്പൊടി ഏറ്റു നടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്നല്ലേ ഇത് ആ കുഞ്ചൻ നമ്പ്യാരെ അതിപ്രശസ്തമായ വരികളല്ലേ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിന്റെ കൂടെ കൂടിയ പിന്നെ ആ ചെറുക്കൻ വഷളായെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞത്. കാരണം എന്നും 365 ദിവസം ജോലിക്ക് പോരുന്ന എൻ്റെ ഭർത്താവാണ് ഇപ്പോൾ എന്നെ കണ്ടാണ് പഠിക്കുന്നത്. കാരണം നേരത്തെ ഡൽഹി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നും സിക്കോളായിരിക്കും. കാരണം എനിക്ക് എന്തോ അവിടുത്തെ ആൾക്കാരെ ആ സിറ്റുവേഷൻ ആ എൻവയോൺമെന്റ് ഒന്നും എനിക്ക് സ്യൂട്ടാകുന്നില്ലായിരുന്നു. കാരണം അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഹിന്ദി പോരണം. കാരണം എനിക്ക് ഹിന്ദിയുടെ ആയി പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. എനിക്കൊക്കെയോ ഒരു 1.5 വർഷം അവിടെ കഴിച്ചു കൂട്ടി ജസ്റ്റ് ഫോർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമായി. ഏവിയേഷൻ ഫീൽഡ് പറയുമ്പോൾ ഒരുങ്ങുന്നത് മാത്രമല്ല, എൻ്റെ പുറമെ കുറേ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അത് ഞാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുപോലെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് അത് ഇട്ടെറിഞ്ഞ് വേണ്ട അവസ്ഥ. കാരണം സറൗണ്ടിങ്സും നമുക്ക് ചുറ്റും ആൾക്കാർ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരിക്കലും അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അവസ്ഥയാണ് എൻ്റെ അവിടെ. തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ദൈവമേ ആ ഒരു കണക്ഷൻ കിട്ടില്ല. ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങാൻ ഇടവരത്തിലും പ്രാർത്ഥിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇവിടെ പിന്നെ പഠിച്ചവർക്ക് പോയി നല്ല പ്രൊഫഷണൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മാക്സിമം ഒരു 25 ആപ്ലിക്കേഷൻ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു ഇതില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ചാൽ ഏത് ജോലി കിട്ടിയാലും പോകാൻ ഓക്കെ ആയിട്ടുള്ള മൈൻഡ് സെറ്റൊക്കെ ഇരിക്കുന്നത്. എന്തെങ്കിലും കിട്ടും നോക്കാം, വെയിറ്റ് ചെയ്യാം.